മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഒരു പ്രഭാതം കൂടി കാണുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പലർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ്. ഇന്നലെ ഉണ്ടായിരുന്ന പലർക്കും ഈ ഭാഗ്യം ലഭിച്ചിട്ടില്ല. എന്നാൽ നമുക്കതിനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവം നമുക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത്, ഈ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ഒരു വിരുന്നാണ് ഓരോ പ്രഭാതത്തിലും ദൈവം നമുക്ക് ഒരുക്കുന്നത്. നമ്മളുടെ കണ്ണുകൾ നമ്മൾ തുറന്നാൽ നമ്മുടെ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന, ഹൃദയത്തെ നിറയ്ക്കുന്ന, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എന്തുമാത്രം കാര്യങ്ങളാണ് ഓരോ പ്രഭാതത്തിലും ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തെയും വലിയ കരുതലിനെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ വിധവകളായിട്ടുള്ള എല്ലാ സ്ത്രീകളെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. വളരെ ചെറുപ്രായത്തിൽ തന്നെ വിധവകളായവരുണ്ട്, മധ്യവയസ്കരായിരുന്ന അവസരത്തിൽ വിധവകളായവരുണ്ട്, പ്രായമായി വിധവകളായവരൊക്കെയുണ്ട്. അവരെ എല്ലാവരെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് നമുക്ക് ഭരമേൽപ്പിക്കാം. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുന്നതിനും ഏറ്റെടുക്കുന്നതിനുമുള്ള കൃപയും ധൈര്യവും അവർക്ക് ധാരാളമായിട്ട് നൽകണമേ എന്ന് നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഈ ദിവസത്തിൽ നമുക്ക് ആവശ്യമായ വചനം നൽകി നമ്മെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനുള്ള വചനം നമുക്ക് തരണമേ. നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിനുള്ള വചനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് വചനമനുസരിച്ച് ജീവിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടവയെ മാറ്റേണ്ടതിനും കൊള്ളേണ്ടവയെ കൊള്ളേണ്ടതിനുമുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നതിന് പരിശുദ്ധാത്മാഭിഷേകത്തിനായിട്ട് അപേക്ഷിച്ചുകൊണ്ട് വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ലൂക്കായുടെ സുവിശേഷം
18 അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനങ്ങൾ ശ്രവിച്ച് ധ്യാനിക്കാം. ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അനന്തരം എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ്. പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ ധനികനായ ഒരു കർഷകനുണ്ടായിരുന്നു. ഒരിക്കൽ ധന്യാത്മാവായ ഗുരു നാനാക്ക് ആ ഗ്രാമം സന്ദർശിക്കാനായിട്ട് ഇടയായി. ഈ കർഷകൻ ഇദ്ദേഹത്തിന് വേണ്ടി വലിയ ഒരു വിരുന്നു ഒരുക്കി. അദ്ദേഹത്തെ വളരെ കേമമായിട്ട് തന്നെ സൽക്കരിച്ചു. സൗഹൃദ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഈ കർഷകൻ ഈ ഗുരുനാനാക്കിനോട് പറഞ്ഞു, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. അങ്ങേക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാനത് ചെയ്തു തരാം എന്നു. അല്പം ആലോചിച്ചതിന് ശേഷം ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ മുട്ടുസൂചി എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മരണശേഷം താങ്കളും ഞാനും സ്വർഗത്തിൽ പോകും. അങ്ങനെ സ്വർഗത്തിൽ വരുമ്പോൾ ഈ മുട്ടുസൂചി എനിക്ക് തന്നാൽ കൊള്ളാമായിരിക്കും എന്ന്. ഇത് കേട്ടപ്പോൾ ഈ ധനികനായ കർഷകന് ആശ്ചര്യമായി. അയാൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ മുട്ടുസൂചി എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുവരുന്നതിനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഗുരുനാനാക്ക് തിരിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ സമ്പത്തെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എന്ന്. ചെറിയ ഒരു മുട്ടുസൂചി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ സമ്പത്ത് മുഴുവനും കൊണ്ടുപോകുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? മരണത്തിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ സമ്പത്തോ സ്വത്തുക്കളോ ഒന്നും എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. മറിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ജീവിതകാലത്ത് നമ്മൾ ചെയ്ത സൽപ്രവൃത്തികളും നന്മകളുമൊക്കെയാണ് എന്നാണ് ഗുരുനാനാക്ക് ഈ ധനികനായ കർഷകനെ ഉപദേശിക്കുന്നത്. ഈ ഉപദേശങ്ങൾ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ഈ കർഷകൻ അദ്ദേഹത്തിൻ്റെ സമ്പത്തും സ്വത്തുക്കളുമെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കും അവരുടെ സന്തോഷത്തിനും ക്ഷേമത്തിനുമൊക്കെ വിനിയോഗിക്കുന്നതിനായിട്ട് ഇടയായി എന്നാണ് ഈ കഥ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ധനവാന്മാരായ ആളുകളെ അഭിമുഖീകരിക്കുകയും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇന്നത്തെ വചന വായനയിൽ നമ്മൾ ശ്രമിച്ച ഒരു വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് എന്നും. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഈശോ പറയുന്നില്ല, മറിച്ച് അത് ദുഷ്കരമാണ് എന്നാണ് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം എന്താണ്? ഈ ധനവും സമ്പത്തുമൊക്കെ കുമിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ മറക്കുന്നതിനും ദൈവത്തെ മറക്കുന്നതിനുമൊക്കെ ഇടയാകും.
അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗരാജ്യ പ്രവേശനം ദുഷ്കരമായിട്ട് മാറും എന്നാണ് ഈശോ അവിടെ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ധനം നന്മയോ തിന്മയോ അല്ല. അതിനാൽ തന്നെ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കും അവർക്ക് ഉപകാരപ്രദമായ രീതിയിലും വിനിയോഗിക്കാനായിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അത് ധനമെന്ന് പറയുന്നത് സാത്താൻ്റെ നിക്ഷേപമല്ല. അത് തിന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് ഉള്ള ഒരു കാര്യവുമല്ല. ഈശോ സുവിശേഷത്തിൽ കാര്യസ്ഥന്മാരെയൊക്കെ ഉപദേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈശോ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ധനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ധനം നമുക്ക് ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് ദൈവം നൽകിയതാണ് എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഈശോ ഓർമ്മപ്പെടുത്തുന്നത്, ധനത്തിൻ്റെ കണക്ക് കൊടുക്കുന്നതിനായിട്ട് കാര്യസ്ഥർ എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ധനം അത് കണക്ക് കൊടുക്കാനായിട്ടുള്ളതാണ് എന്ന്, എങ്ങനെ നമ്മൾ വിനിയോഗിച്ചു, ആർക്കൊക്കെ വേണ്ടി വിനിയോഗിച്ചു, എവിടെയൊക്കെ വിനിയോഗിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റോബർട്ട് മക്രാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എങ്ങനെയുള്ള ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട്, പണം നമുക്ക് എങ്ങനെ കിട്ടി. രണ്ടാമതായിട്ട്, ആ പണം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന്. ഇതിൽ നിന്നും നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രത്യേകതകളും വ്യക്തിത്വവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് റോബർട്ട് മക്രാൻ പറഞ്ഞു വയ്ക്കുന്നത്. വളഞ്ഞ മാർഗങ്ങളിലൂടെയാണ് നമുക്ക് പണം ലഭിക്കുന്നത് എങ്കിൽ അത് പലപ്പോഴും തെറ്റായ മാർഗങ്ങളിലൂടെ വിനിയോഗിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമൊക്കെ നമ്മൾ തയ്യാറായിന്ന് വരും. നമ്മൾ സ്വീകരിക്കുന്ന, നമുക്ക് ലഭിക്കുന്ന ധനവും സമ്പത്തുമെല്ലാം നേരായ മാർഗങ്ങളിൽ കൂടി തന്നെ വിനിയോഗിക്കുന്നതിനും നമ്മൾ തയ്യാറാകും. ഫ്രാൻസിസ് ബേക്കൺ എന്ന എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ധനം നമ്മുടെ ദാസന്മാരല്ല എങ്കിൽ ധനം നമ്മുടെ യജമാനന്മാരായിട്ട് മാറും എന്നും. ധനം നമ്മുടെ യജമാനന്മാരായാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ധനം നിർദ്ദേശിക്കുന്ന മാർഗത്തിലൂടെയായിരിക്കും പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കൈകൾ തുറന്നു കൊടുക്കുവാനോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരികയില്ല. വീണ്ടും വീണ്ടും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ധനവുമൊക്കെ വർദ്ധിപ്പിക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ചിന്തകളും ചെയ്തികളും ഒക്കെ. അപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ, സഹായം അർഹിക്കുന്നവരുടെ മുൻപിൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാതിരിക്കാം. അവരുടെ മുൻപിൽ നമ്മുടെ കരങ്ങൾ തുറക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുന്നതിനും അവരുടെ വിഷമതകളിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നതിനുമൊക്കെ സാധിക്കുന്നിടത്തോളം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വർഗരാജ്യ പ്രവേശനം നമ്മെ സംബന്ധിച്ചിടത്തോളവും വളരെ ദുഷ്കരമായിട്ട് തീരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധനമെന്ന് പറയുന്നത് പല കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യുന്നതിന് നമുക്ക് സഹായകരമാണ്.
പണമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്കരവുമാണ്. എന്നതുപോലെ നമ്മുടെ പണം എപ്പോഴും സ്വർഗരാജ്യ പ്രവേശനവും എളുപ്പത്തിലുള്ളതാക്കി തീർക്കുന്നതിന് നമുക്കിടയാകട്ടെ. അതിനുള്ള അനുഗ്രഹം നമുക്ക് പ്രത്യേകം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമുക്കുണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് നമ്മെ സഹായിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകട്ടെ. പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ TV ചാനലിലൂടെയും ദൈവത്തിൻ്റെ മഹത്വവും രാജ്യവും ലോകമെങ്ങും വളരുന്നതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും ഈ TV ചാനലിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വന്തം അമ്മേ അമ്മേ
നമ്മുടെ ശിരസ്സുകൾ നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പ്രഭാതത്തിലെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഒരു നല്ല പ്രഭാതവും നല്ല ദിവസവും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നന്ദി.